വിവരങ്ങളിലേക്ക്. PDT ആചാരി, ഇലക്ഷൻ കഴിയുന്നത് വരെ വിവരങ്ങൾ വൈകിപ്പിക്കുകയാണ് SBIയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ SBIയിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശം എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. അപ്പോൾ സർക്കാരിനെ കുടുക്കുന്ന, ആശങ്കയിലാത്തുന്ന, പരിഭ്രമിപ്പിക്കുന്ന എന്തോ ഇതിലുണ്ട് എന്നാണല്ലോ കരുതേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇലക്ഷന് മുമ്പ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സുപ്രീം കോടതി തയ്യാറാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതി നിർദ്ദേശത്തിലൂടെ SBI തയ്യാറാകുന്നില്ല എങ്കിൽ, അത് സുപ്രീം കോടതിയിൽ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള ജഡ്ജ്മെന്റിന് എതിരാകില്ലേ? അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് അട്ടിമറിക്കുന്നതിന് തുല്യമാകില്ലേ അത്? അങ്ങനെയാണ് തോന്നുന്നത്. സുപ്രീം കോടതി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തത് പല കാര്യങ്ങളും കണക്കിലെടുത്തായിരിക്കണമല്ലോ. ഇലക്ഷന് മുമ്പ് ഈ വിവരങ്ങൾ മുഴുവൻ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണമല്ലോ സുപ്രീം കോടതി ആ ഒരു ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്തത്. അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് പറയാമായിരുന്നു ജൂൺ 30 അത് പ്രസിദ്ധീകരിക്കണം എന്ന്. ഇതങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം പല കാര്യങ്ങളും ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പല കാര്യങ്ങളും സുപ്രീം കോടതി കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തത്. പക്ഷെ അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു, ഈ SBI ഈ ഒരു ഡേറ്റിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഇടുമോ, ഇത് ഇലക്ഷൻ കമ്മീഷന് കൈമാറുമോ എന്നുള്ള കാര്യം. ഇപ്പോ ഇതിന് ലാസ്റ്റ് സ്റ്റേജിലാണ് സുപ്രീം കോടതിയിൽ SBI പോയിരിക്കുന്നത്, ഡേറ്റ് നീട്ടി കിട്ടണമെന്നും പറഞ്ഞിട്ട്. വാസ്തവത്തിൽ അങ്ങനെ ഡേറ്റ് നീട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ഡിജിറ്റൽ ഏജിലാണല്ലോ ജീവിക്കുന്നത്. ഇപ്പോ നികേഷ് പറഞ്ഞ പോലെ 22,217 മറ്റോ ഉള്ള കേസുകളാണ് ഇതിലുള്ളത്. അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ വാങ്ങിക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമുള്ള കാര്യങ്ങളൊന്നും, ഈ ഇൻഫർമേഷനൊക്കെ റെഡിലി അവൈലബിൾ ആണ് അവരുടെ കയ്യിൽ. ഈ കാര്യങ്ങളൊക്കെ തന്നെ അത് എല്ലാം കൂടെ കൊളേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതിനൊന്നും അങ്ങനെ ഒരു സമയം എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം സുപ്രീം കോടതിയിൽ ഈ SBI പറഞ്ഞിരിക്കുന്ന ഈ വാദം എന്ന് പറഞ്ഞാൽ അത്ര ഒരു സസ്റ്റൈനബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതില് ഇപ്പൊ എന്താണ് വാസ്തവത്തിൽ ഈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിക്ക് വളരെയധികം പൈസ ഈ ഡൊണേഷൻ ഇതിലെ ബോണ്ടിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ആരൊക്കെയാണ് കൊടുത്തത്, എത്രയൊക്കെയാണ് കൊടുത്തത്, അവർക്ക് പിന്നീട് ഗവൺമെന്റ് എന്തെങ്കിലും പ്രത്യേകമായി സഹായം കൊടുത്തിട്ടുണ്ടോ? കാരണം സുപ്രീം കോടതി ഉപയോഗിച്ച വാക്ക് തന്നെ ക്വിഡ് പ്രോക്കോ എന്നാണ്. കോർപ്പറേറ്റ് ഹൗസസ് കൊടുക്കുന്ന പണത്തിന് അവർക്ക് പ്രത്യുപകാരം കിട്ടണം, അങ്ങനെയാണ് അതിന്റെ നില. PDT ആചാരി, ക്വിഡ് പ്രോക്കോ ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ ശരിയായ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അതിനോടനുബന്ധിച്ച ഒരു ചോദ്യം നോക്കൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി BJP, പിന്നീട് കിട്ടിയിരിക്കുന്നത് പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ BRS, TMC, BJD, YSR, കോൺഗ്രസ് എന്നീ പാർട്ടികൾക്കാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ പാർട്ടികൾ വേറെയുണ്ട്. BSPയോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോ RJDയോ ഒക്കെ ഇതിനേക്കാൾ വലിയ പാർട്ടികളാണ്. അവയ്ക്ക് പക്ഷേ ഇതിൽ കുറവാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത് വളരെ വ്യക്തമായി ഈ കിട്ടിയ പാർട്ടി അവർക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഇത് പ്രസിദ്ധീകരിക്കാതിരിക്കണം എന്ന നിലപാട് SBIയിലൂടെ കേന്ദ്ര സർക്കാർ എടുക്കുമ്പോൾ അതിലെന്താണ് കാണേണ്ടത് സർ? അതിൽ കാണേണ്ടത് ഇത്രയേ ഉള്ളൂ. പബ്ലിക്കിന്റെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഒരുപക്ഷെ ഈ ഇലക്ഷൻ റിസൾട്ടിനെ അത് ബാധിച്ചേക്കാം. പബ്ലിക് ഇതില് അപ്പൊ ഇതിന്റെ ഒരു ഇത് അടങ്ങിയിരിക്കുന്ന ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം പബ്ലിക്കിന് മനസ്സിലാകും. അതനുസരിച്ച് ഇലക്ഷനിൽ അതിന് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളൊരു ധാരണയിലാണ് വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെ ഇത് ഇപ്പോൾ ഒളിച്ചു വെക്കാൻ അവർ ശ്രമിക്കുന്നത്, അത് പബ്ലിഷ് ചെയ്യാൻ മടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിന് വേറെ കാരണങ്ങളൊന്നുമില്ല. അപ്പൊ പൈസ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് പൈസ അവർക്ക്. അപ്പൊ അത് എന്തിനാണ് കൊടുത്തത് എന്നുള്ളത് ജനങ്ങൾ നാച്ചുറലി ദേ വിൽ റീച്ച് ദെയർ ഓൺ കൺക്ലൂഷൻ. അതൊരു പേടിയായിരിക്കണം ഇതിന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിന് വേറെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ്. അപ്പോൾ 2019 ഏപ്രിൽ 12 റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു.
ആകെ 22,000 ബോണ്ടുകളേ ഉള്ളൂ. അത് രണ്ടിടത്തായി അതിൻ്റെ രേഖകൾ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി രേഖകൾ മാത്രമാണുള്ളത്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കൊളേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എസ് ബി ഐയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ കാര്യം സുപ്രീം കോടതിക്ക് അറിയാമല്ലോ. ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റിസ് ദീപക് ഗുപ്തയുടെ ഒരു ഇൻ്റർവ്യൂ വായിക്കുമായിരുന്നു ദ വയറിൽ. അദ്ദേഹം ആ ബെഞ്ചിലുണ്ടായിരുന്നു. ഈ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് 2019 ഏപ്രിൽ 12 പുറപ്പെടുവിച്ച വിധിയുടെ ബെഞ്ചിൽ ജസ്റ്റിസ് ദീപക് ഗുപ്ത ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇത് മണിക്കൂറുകൾ മതി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്കും അത് തിരിച്ചറിയാൻ കഴിയുമല്ലോ. മാത്രമല്ല സുപ്രീം കോടതി ഇനിയിപ്പോൾ നിങ്ങൾ 3.5 മാസം കൂടുതൽ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അത് നേരത്തെയുള്ള വിധിയുടെ നേരെ എതിർദിശയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടും ആ വിധിയുടെ അന്തസ്സത്ത പാലിക്കില്ല എന്നുള്ളത് കൊണ്ടും നമുക്ക് പ്രവചിക്കാനാകില്ല. എങ്കിൽ പോലും സുപ്രീം കോടതി അങ്ങനെ സമയം നീട്ടി നൽകില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇത്രയും ശക്തമായ ഒരു തീരുമാനം, ഒരു ജഡ്ജ്മെന്റ് കൊടുത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ നീട്ടിക്കൊടുത്തു പോയെങ്കിൽ തീർന്നു. അതിന്റെ ആ ഒരു പർപ്പസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. സുപ്രീം കോടതി എടുത്തിയ ആ നിലപാടും അതിന്റെ ഒരു നാച്ചുറൽ ഒരു ലോജിക്കൽ കോൺസിക്വൻസ്, ഒരു ലോജിക്കൽ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ. അപ്പൊ അത് എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതിയെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയും അത് നീട്ടിക്കൊടുക്കുകയും ചെയ്യുമെന്ന്. എന്തുകൊണ്ടാണ് എസ് ബി ഐ കരുതുന്നത് ഇങ്ങനെ ഒരു കാര്യം 3.5 മാസം നീട്ടി നൽകാം എന്ന്? അതിൻ്റെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ കോടതിയിൽ ചോദിച്ചാൽ അത് നടന്നു കിട്ടുമെന്ന്. ഇന്നത്തെ കണക്കനുസരിച്ച് എസ് ബി ഐ എന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് 44 ബില്യൺ അക്കൗണ്ടുകൾ ഒരു ദിവസം ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ 44 മില്യൺ അക്കൗണ്ടുകൾ ഡീൽ ചെയ്യുന്ന ഒരു ബാങ്കിന് 44,000 റെക്കോർഡ്സ് കൊളേറ്റ് ചെയ്യാൻ 3.5 മാസം വേണമെന്ന് പറയാനുള്ള ഔദ്ധത്യം എങ്ങനെ ഉണ്ടാകുന്നു? അല്ല, അതെ, ഇപ്പൊ ഈ നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തില് ഇപ്പൊ ഈ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അത് എസ് ബി ഐ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു ബാങ്കാണ്. ഗവൺമെന്റിന്റെ കൺട്രോളുള്ള ഒരു ബാങ്കാണ്. ഇപ്പൊ നാച്ചുറലി അത് എങ്ങനെ പ്രവർത്തിക്കും എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ ഒരു നിലപാടെടുത്തത്. പക്ഷെ കുറെ കൂടെ ലോജിക്കലായ, കുറെ കൂടി ഇന്റലിജന്റ് ആയ ഒരു 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 കാരണം അവർക്ക് കൊടുക്കാമായിരുന്നു. ഇത് കൊളേറ്റ് ചെയ്യാൻ സമയം കിട്ടണം എന്ന് പറയുന്നത് 2 മാസം 3 മാസം സമയം വേണമെന്ന് പറയുന്നത് അത് വളരെ ഒരു 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 റിഡിക്കുലസ് ആയ ഒരു ഒരു ആർഗ്യുമെന്റ്, ഒരു കാരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കത്തിൽ അത് ഈ SBI ക്വിഡ് പ്രോക്കോ ഇതിനകം തന്നെ പ്രൂവ് ചെയ്തു എന്നാണോ കാണേണ്ടത്? അതായത് ഈ രേഖകൾ നൽകാൻ 3.5 മാസം അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പരോക്ഷമായി ക്വിഡ് പ്രോക്കോ പ്രൂവ് ചെയ്യപ്പെട്ടോ? ഒരു കാര്യം ഞാൻ പറയാം. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ പൈസ വാങ്ങിക്കാറുണ്ട്. നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. അത് പലതിലും ഈ ക്വിഡ് പ്രോക്കോ ഭരണകക്ഷിക്ക് കാശ് കൊടുക്കുന്നത് എന്തിനാണ്? കോർപ്പറേറ്റ് ഹൗസസ് അവരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത്. അല്ലാതെ ഈ പ്രൈവറ്റ് കമ്പനിയിൽ കോർപ്പറേറ്റ് ഹൗസസ് മോക്ഷത്തിന് വേണ്ടിയല്ലല്ലോ പ്രവർത്തിക്കുന്നത്. മോക്ഷത്തിന് വേണ്ടിയല്ലല്ലോ അവർ ഈ പൈസ കൊടുക്കുന്നത്. അവർക്ക് പ്രയോജനം കിട്ടണം, അതാണ്. അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. അപ്പൊ അത് എന്നും ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഇന്നിപ്പോ ഈ പ്രാവശ്യം ഇവർ ഈ ആവശ്യമില്ലാതെ ഈ ബോണ്ട് കൊണ്ടുവന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കാശ് വാങ്ങിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഭരണകക്ഷി. ഇതെന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ രാജ്യത്ത്. അതിൽ അതിൽ അസ്വാഭാവികമായി അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഒരു ഒരു നടക്കാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല, അങ്ങനെ ഉള്ള കാര്യങ്ങളല്ല. മനസ്സിലായില്ലേ? ഇത് എന്നും നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവസാനമായി ഈ 2018 വന്ന ഈ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം വിവരങ്ങൾ അറിയാനുള്ള എൻ്റെ പൗരൻ്റെ അവകാശത്തിനുള്ള ലംഘനം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എങ്കിൽ തന്ന പൈസ തിരിച്ചു കൊടുക്ക് എന്നല്ലേ പറയേണ്ടത്? പക്ഷേ അതിനിടയിൽ 2 ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു, സ്റ്റേറ്റ് ഇലക്ഷൻ നിരവധി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ചിലവാക്കി പോയിട്ടുണ്ടാവും. എനിക്ക് തന്ന പൈസ ചിലവായിപ്പോയി, ഇനി എന്ത് ചെയ്യാനാകും എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നതെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് പണം തന്നത് എന്ന രണ്ടാമത്തെ കാര്യം, ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം വിവരങ്ങൾ അറിയാനുള്ള അവകാശം അതെങ്കിലും വോട്ടർമാർക്ക് കൊടുക്കൂ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതെനിക്ക് അറിയണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അറിയണ്ടേ? തീർച്ചയായിട്ടും
അതാണല്ലോ സുപ്രീം കോടതി ആ ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഞാനതാണ് ആദ്യം പറഞ്ഞത്. കാരണം എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഡേറ്റിന് കൊടുക്കാൻ തയ്യാറാവണം. അതാണ് സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. എല്ലാവരും അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയുള്ളതാണ്. എല്ലാ ഏജൻസികളും. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അപ്പൊ അതനുസരിച്ച് അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് SBI ഇങ്ങനെ ഒരു പ്ലീയുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചെന്നുള്ളത് വാസ്തവം പറഞ്ഞാൽ വളരെ അത്ഭുതം തോന്നുന്നു. അതും സ്റ്റേറ്റ് ബാങ്ക് പോലുള്ള ഒരു ഓർഗനൈസേഷൻ. നന്ദി. Debate with MV Nikesh Kumar.